ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗിനും സമസ്തയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിട്ടില്ല, സമസ്ത നേതാക്കൾ രണ്ടും തമ്മിൽ പ്രശ്നമാണ്. CIC-യുമായി പ്രശ്നമുണ്ട്. അതിന് പ്രശ്നം കാരണം ന്യായമാണ്. നിലവിലുള്ള വാഫി സംവിധാനവുമായി സമസ്തക്ക് പ്രശ്നമുണ്ടാകാൻ കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപനങ്ങളാണ് ഈ കാണുന്ന ഈ വാഫി കോളേജുകളും, നന്ദി ദാറുസ്സലാമിൻ്റെ കോളേജുകളും, പട്ടിക്കാട് ജാമിഅ കോളേജുകളും, ഹുദവി കോളേജുകളും, ഇതൊക്കെ സമസ്തൻ്റെ കോളേജുകളാണ്. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ സമസ്ത നേതൃത്വം കൊടുത്ത് ആളുകളിൽ നിന്ന് കാശ് പിരിച്ചെടുത്ത് സ്ഥാപിക്കുന്ന വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമി ആദ്യ മഹത്താര സ്ഥാപനമാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോയി കാണണം. നമ്മുടെ ഭാഗത്ത് വലിയ പ്രചരണം കൊടുക്കാറില്ല. 40 ഏക്കറിൽ വിശാലമായി പടർന്നു കന്തലിച്ച് കിടക്കുന്ന ആ സ്ഥാപന സമുച്ചയങ്ങൾ എത്ര മനോഹരമാണ്, അവിടുത്തെ റിസൾട്ട് എത്രമാത്രം മനോഹരമാണ് നമുക്ക് പഠിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. ആ സ്ഥാപനത്തിൽ സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആ സ്ഥാപനം അവിടെ പുതിയൊരു കോഴ്സ് തുടക്കം കുറിച്ചു, വാഫി സംവിധാനം. ഓക്കെ, അതിന് ബ്രാഞ്ചുകളൊന്നും വരട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ സംവിധാനത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ സമസ്ത ഇടപെടണമല്ലോ. ആകെ അവിടെ ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2021 നമ്മുടെ മോദി സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം? വിവാഹപ്രായം പെൺകുട്ടികളുടെ 18 നിന്ന് 21 മാറ്റി ഉയർത്താൻ പോകുന്നു. ആളുകൾ ആകെ ബേജാറായി. കാരണം ചില കുട്ടികളെ കല്യാണം നേരത്തെ കഴിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ, വാപ്പ മരിക്കാനായിട്ടുണ്ടെങ്കിൽ ക്യാൻസർ രോഗം, ഇങ്ങനത്തെ കേസുകളൊക്കെ. ഇവിടെ വഫിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കോഴ്സ് കഴിയാത്ത നിക്കാഹ് പാടില്ല. കോഴ്സ് കഴിയുമ്പോൾ 21-22 വയസ്സാവും. അപ്പം ചില രക്ഷിതാക്കൾ തൽക്കാലം നിക്കാഹ് നടത്താൻ വിചാരിച്ച് നിക്കാഹ് നടത്തി. ആ സീസണിൽ നിക്കാഹിനും നമ്മുടെ പള്ളികളൊക്കെ ഖത്തീമാർ രാവിലെ നിക്കാഹ്, ഉച്ചക്കൊരു നിക്കാഹ്, അസറിന് നിക്കാഹ്, മഗ്‌രിബിന് നിക്കാഹ് പരമ്പരകളായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയ നിയമം വരുമ്പോഴേക്കും വിചാരിച്ചു. അങ്ങനെ വഫിയയിലെ കുറച്ച് കുട്ടികളും കല്യാണം കഴിച്ചു, നിക്കാഹ്. അതിൽ വലിയ സങ്കടമായി. കുട്ടികളെ ഉടനെ പുറത്താക്കി. 4 കൊല്ലം പഠിച്ച കുട്ടീനെ കോളേജിൽ നിന്ന് പുറത്താക്കുമ്പോൾ കുട്ടീൻ്റെ ഡിഗ്രി കട്ട് ചെയ്യേണ്ടി വരും, കുട്ടീൻ്റെ കൂട്ടുകാരുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വരും, ഉസ്താദ്മാരുമായുള്ള ബന്ധം വെച്ചാൽ വലിയ ടെൻഷനായിരിക്കും. നമ്മളെപ്പോലെ ടെൻഷൻ താങ്ങാൻ ഇപ്പം കുട്ടിയെ കഴിയില്ല. വീട്ടിൽ കരച്ചിലും പിഴിച്ചിലും പ്രശ്നമായി. അതിൽ 4 രക്ഷിതാക്കൾ 3 or 4 സമസ്ത മുഷാവർക്ക് പരാതി കൊടുത്തു. ഞങ്ങളുടെ മക്കൾക്ക് എങ്ങനെയെങ്കിലും തുടർ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം, ഇടപെടണം. സമസ്ത മുഷാവറ കൂടി വളരെ മാന്യമായി ഒരു കത്ത് കൊടുത്തു CIC-ൻ്റെ സെക്രട്ടറിക്ക്. ഈ കുട്ടികളെ പഠനം മുടക്കാതിരിക്കാൻ അവർക്ക് താൽക്കാലികമായി തുടർപഠനം നടത്താൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. സമസ്ത കൂളായിട്ട് ആലിമീങ്ങളല്ല സാധുക്കൾ അത് പറഞ്ഞു. പക്ഷെ നേരെ തിരിച്ചടിയായിരുന്നു മറുപടി. അത് ഞങ്ങളുടെ നിലപാടാണ്, ആ നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഇതൊന്നും നമ്മളാരും അറിയില്ല കേട്ടോ. 1.5 കൊല്ലക്കാലം തുടക്കത്തിൽ നടന്ന സംഭവമാണ്. അതിനുശേഷം പല തവണ ചർച്ചകളും കത്തുകളും ഇടപാടുകളും ഒക്കെ നടത്തി. ഒരു ഘട്ടത്തിൽ സമസ്ത ചേളാരി സമസ്താലയം ഓഫീസിൽ സയ്യിദുൽ ജിഫ്രി മുത്തുക്കാരങ്ങൾക്കുള്ള 7 മഹാപണ്ഡിതന്മാരും ഈ CIC-യുടെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ ഒരുമിച്ചിരിക്കാൻ തീരുമാനിച്ചു. സമസ്ത വിളിച്ചു ചേർത്തു, വിഷയം ധരിപ്പിച്ചു. ഒരു നിസ്സാര കാര്യമാണ്. ലോകത്ത് ഒരു കോഴ്സിന് പഠിക്കുന്ന ആൾക്കാർക്ക് നിക്കാഹ് നടത്താൻ പാടില്ല എന്നില്ല. IAS, IPS, IFS, മെഡിസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിക്കാഹ് നടത്തിക്കോട്ടെ, ഇത് നിങ്ങൾ നടത്താതെ തന്നെ പോയിക്കോട്ടെ. പക്ഷേ ഇങ്ങനത്തെ ഈ സ്പെഷ്യൽ കേസ് ആയിരിക്കും ഒരു ഇളവ് ചെയ്തു കൊടുക്കണം. അങ്ങനെ സംഭവിച്ചതല്ലേ. അതിന് CIC-യുടെ സെക്രട്ടറി എന്ന് കൊടുത്ത മറുപടി ശരിക്കും അന്ന് തീരേണ്ടാണ് ആ വിഷയം. അയാൾ ചർച്ച നടത്തില്ല. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി, വിവാഹപ്രായം ഞങ്ങൾ കോഴ്സ് കഴിയുന്നത് വരെ അങ്ങനെ തന്നെ വിവാഹത്തിൻ്റെ കാര്യം നിർത്തിവെക്കാം, തടഞ്ഞു വെക്കാം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ശരിയാണ് എന്ന് കിതാബ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം, ഒരു സംവാദമാണ് നമുക്ക് നടത്താമെന്ന് ബഹുവന്യരായ ഉസ്താദുമാരെ മുമ്പിൽ വെച്ച് പച്ചയായി പറയാൻ ധാർഷ്ട്യത കാണിച്ച ഒരു വ്യക്തിത്വമാണ് ഇതിൻ്റെ സെക്രട്ടറി. കുറച്ച് ഗൗരവമുള്ള വാക്കാണ്. അങ്ങനെ ആ ചർച്ച ഒന്ന് അവസാനിപ്പിച്ചത്. എന്നിട്ടും തീർന്നില്ല. മുഷാവറ അവലോകനം ചെയ്തു. ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമായിരുന്നു. ഹൈദർ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ഒന്നാളുടെ നേരിൽ സംസാരിക്കട്ടെ. അപ്പത്തിന് തങ്ങൾക്ക് അസുഖമായി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളാളെ വിളിപ്പിച്ചു, ഞാൻ സംസാരിച്ചു എന്ന കാര്യം ഉസ്താദ്മാരോട് തങ്ങൾ പിന്നീട് വിളിച്ചറിയിച്ചു. പിന്നെ അടുത്ത മുഷാവറക്ക് തങ്ങൾ ഉണ്ടായിട്ടില്ല. അയാൾ അംഗീകരിച്ചില്ല, കേട്ടു എന്ന് മാത്രം. ഈ നിലയിൽ ഒരു നിലയിലും സമസ്തക്ക് വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ സമസ്തയുടെ പ്രവർത്തകനെ സംഘടനാ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നത് സ്വാഭാവികമായ നടപടിക്രമല്ലേ? അത്രേ സമസ്ത ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ മറവിൽ സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ, ഭിന്നിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാൻ, വിള്ളലുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിരന്തരമായ ദുഷ്പ്രചരണങ്ങൾ നടന്നും സോഷ്യൽ മീഡിയയിലും നടത്തുന്നത് ഈ ഒരു വിഭാഗമാണ്. അത് കുറച്ച് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിഷയത്തെ തുടർന്ന് ശക്തമാക്കിയെന്ന് മാത്രം. സത്യത്തിൽ ഇവരുടെ ഉള്ളറകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ ഭീകരതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന സിലബസുള്ള ചില പുസ്തകങ്ങൾ,
ഇവർ പ്രചരിപ്പിക്കുന്ന ആശയം ഇവർ സമസ്തയുമായി ഒരു രഞ്ജിപ്പിൽ പോകാൻ തയ്യാറാകാതിരിക്കാൻ കാരണം സമസ്തയുടേതല്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ കുറച്ച് വെള്ളം ചേർത്ത ഇവിടെ ഉസ്താദിന്റെ ഭാഷ കടമെടുത്താൽ ഒരസുന്നിയാക്കി മക്കളെ മാറ്റുന്ന ഒരു രീതി ഇവരുടെ കൈവശമുണ്ടെന്ന് പിന്നീട് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സമസ്തക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ? സമസ്തയുടെ ഭരണഘടനയിൽ 5 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ. അതിൽ എയും ബിയും 1ഉം 2ഉം പരമപ്രധാനമാണ്. അതിൻ്റെ യഥാർത്ഥ ആശയം കൃത്യമായി ഭരണഘടനയിൽ പറയുന്നത് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമ്പർ 1, സമസ്തന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ഇതല്ല സമസ്തയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാലും ശരി, സത്യം സമസ്തയുടെ ഭരണഘടന വിളിച്ചു പറയുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ബി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും, ഏത് പ്രസ്ഥാനങ്ങളായിരുന്നാലും ശരി, പ്രചരണങ്ങളെയും അബദ്ധങ്ങളെയും കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുക, ആ പ്രവർത്തനങ്ങളെ നിയമാനുസരണം തടയുകയും ചെയ്യുക. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഭരണഘടനയിൽ എയും ബിയും. ആ ലക്ഷ്യം നിർവഹിച്ചുകൊണ്ടാണ്, ആ ഉദ്ദേശം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ്, പൂർത്തീകരിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുകളുടെ 97 വർഷക്കാലത്തെ മഹാപണ്ഡിതന്മാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സമസ്ത കേരള ജമിയത്തുൽ പ്രഖ്യാപിത ലക്ഷ്യം ഞാൻ സൂചിപ്പിച്ചു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരായി പ്രത്യക്ഷപ്പെടുന്ന ബിദ്അഈ കക്ഷികളെ നിയമാനുസരണം തടയുകയും അവരെക്കുറിച്ച് പൊതുസമൂഹത്തിന് ബോധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. സമസ്തയുടെ ഭരണഘടന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം ഇവിടെ മുസ്ലിമും സമസ്തയും തമ്മിൽ വല്ല ഭിന്നത ഉണ്ടായിരുന്നു. മുസ്ലിമും സമസ്തയും എത്ര കാലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? സമസ്ത 1924 പ്രവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി മഹാത്മാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാദാത്തുക്കൾക്ക് ബറക്കത്ത് പഠിപ്പിക്കുന്ന ഒരു വലിയ സാഹചര്യം ഒരുക്കി തീർത്ത് അതിന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് 1948 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. മുസ്ലിം ലീഗ് വളരെ വേഗം ജനങ്ങൾ ആകൃഷ്ടരായി. കാരണം സാദാത്തുക്കൾ, ആലിമ്യങ്ങൾ, നല്ല നല്ല ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടുബ് സമസ്തന്റെ സ്ഥാപകനായിരുന്നു. മുസ്ലിം ലീഗിനും സ്ഥാപകര പ്രവർത്തകൻ പ്രധാനിയായിരുന്നു. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയി. ഇതനുസരിച്ച് ഈ സഹകരിക്കുന്ന പാരമ്പര്യം ഈ കാലം അത്രയും തുടർന്നിട്ടുണ്ട്. ഇവിടെ സത്യത്തിൽ മുസ്ലിം ലീഗും സമസ്തയും ഭിന്നതയുണ്ടോ? ഭിന്നിപ്പുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാർ മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആരാണ് ഈ പ്രചരിപ്പിക്കുന്നവർ? അവർ ഉള്ളിൽ നിന്ന് ചില ഫേക്ക് ഐഡികൾ വെച്ച് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും സമസ്തയുടെ നേതാക്കന്മാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവർ മുസ്ലിം ലീഗിന് എതിരാണെന്ന് പ്രചരിപ്പിക്കുകയും അവർ വലിയ മുസ്ലിം ലീഗിൻ്റെ വാഹകരാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില ചാരന്മാർ. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അഭിവന്ദനായ സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ഷംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ഇത്തരം ഒരു സാഹചര്യം സംഘടനയിൽ വന്നപ്പോൾ സംഘടന ഉള്ളിൽ നിന്ന് ഈ ലേബിളിൽ സമസ്തക്കെതിരെ പ്രവർത്തിക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അത്തരം ആളുകളെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയപ്പോൾ ഷംസുൽ ഉലമ ഒരു മഹാസമ്മേളനത്തിൽ പറഞ്ഞു, ഒരു കാര്യം സമസ്തക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന, സമസ്ത ഉള്ളിൽ നിന്ന് ചാരന്മാരെ പ്രവർത്തിക്കുന്ന ആളുകൾ ഓർക്കണം, അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യും. ഇതായിരുന്നു ഷെയ്ഖുനാട് വാക്കുകൾ. ആ അറസ്റ്റ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ഈ ഫേക്ക് ഐഡിയിൽ വന്നുകൊണ്ട് ഈ മഹാന്മാരായ പണ്ഡിതന്മാരെയും, ഈ സാത്വികരായ നിഷ്കളങ്കരായ പണ്ഡിതന്മാരെയും, മഹാന്മാരായ പാണക്കാട് സാദാത്തുക്കളെയും മുസ്ലിങ്ങൾക്കുമിടയിൽ, മുസ്ലിം ലീഗിനുമിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, വിള്ളലുണ്ടാക്കുന്ന ആരാണെന്ന് കൃത്യമായ അഡ്രസ്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കും. യാഥാർത്ഥ്യമല്ലേ? സമസ്ത ചെയ്ത തെറ്റെന്താണ് സഹോദരന്മാരെ? ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് വന്നു. ഗുരുതരമായ പ്രശ്നമല്ലേ പൗരത്വ ഭേദഗതി നിയമം? രാജ്യത്തെ മതേതര വിശ്വാസികൾ ഞെട്ടിയുണർന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവർ സമരരംഗത്ത് വന്നു. വലിയ സമര പരമ്പരകൾ ഇന്ത്യയിലുടനീളം നടന്നു, കേരളത്തിലും നടന്നു. അത്തരം സമര പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത് ഗുരുതരമായ സാഹചര്യമാണ്. UDF വലിയ സമ്മേളനം കോഴിക്കോട് വെക്കുകയാണ്. LDF മലപ്പുറത്ത് വലിയൊരു സമ്മേളനം മലപ്പുറത്ത് വെക്കുകയാണ്. ഇത് രണ്ടും എന്തിനെതിരെയാണ്? രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമ നിർമ്മാണത്തിനെതിരെയാണ് ഈ സമരം, ഈ മഹാസമ്മേളനങ്ങൾ. സമസ്തയുമായി ഒരു ബന്ധപ്പെട്ടു മറ്റു മതസംഘടനകളെ പോലെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കണം. മഹാന്മാരായ ഉലമാക്കൾ എന്ത് ചെയ്യണം? സമസ്ത കേരള ജമിയത്തുൽ ഞങ്ങൾ കൂടിയാലോചിക്കണമെന്ന് പറഞ്ഞു. പൊതുവെ രാഷ്ട്രീയ പരിപാടികൾക്ക് നമ്മുടെ നേതാക്കന്മാർ ആ ഭാഗങ്ങളിലേക്ക് തിരിയാറില്ല. പക്ഷെ ഇത് നിർണായകമായ സാഹചര്യമാണ്.
ഇന്ത്യയിൽ ഫാഷിസ്റ്റുകാരുടെ ഈ പ്രവണതയെ ചോദ്യം ചെയ്യണമെങ്കിൽ മുസ്ലിങ്ങളെ കൊണ്ട് മാത്രമാകില്ല, മതേതരത്തിൽ വിശ്വാസമർപ്പിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ കക്ഷികളും പിന്തുണ നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത അടിയന്തര മുഷാവറ യോഗം വിളിച്ചു ചേർത്തു. മുഷാവറയിൽ വിഷയം ചർച്ച ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? മുഷാവറ ഐക്യകണ്ഠേന 40 പേരും തീരുമാനിച്ചു, UDF പരിപാടിയിൽ നമ്മൾ ആൾ പങ്കെടുക്കണം, LDF പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കണം. അത് രണ്ടിലും സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇതിന്റെ പേര് സമസ്തക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗുകാരല്ല, മറിച്ച് ഇന്നലെ അറസ്റ്റ് ചെയ്ത കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഫേക്ക് ഐഡിയിലും പരസ്യമായ ഐഡികളും വന്ന് സമസ്തയെ ആക്ഷേപിച്ചു കൊടുക്കുന്നത് മുസ്ലിം ലീഗിനെതിരാന്ന് പറഞ്ഞുകൊണ്ട്.